BArch ബി പ്ലാനിംഗ് റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ BArchൽ ജനറൽ കാറ്റഗറിയിൽ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്കും BArchലും ബി പ്ലാനിംഗിലും ഫീമെയിൽ വിഭാഗം ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്കും കരസ്ഥമാക്കിയത് ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ അഭിമാന താരമായ മീര കൃഷ്ണയാണ്. 100% സ്കോറോടെയാണ് മീര കൃഷ്ണ ഈ വലിയ വിജയത്തിന് അർഹയായത്. അഡ്വക്കേറ്റ് ദമ്പതികളായ രാജഗോപാൽ GRന്റെയും സൗമ്യ SRന്റെയും മകളാണ് ട്രിവാൻഡ്രം സ്വദേശി മീര കൃഷ്ണ. മീര കൃഷ്ണയുടെ അഭിമാന നേട്ടത്തിൽ ടീം ബ്രില്യന്റ് മീരയുടെ വീട്ടിലെത്തുകയും ഓൾ ഇന്ത്യ തലത്തിൽ നേടിയ ഈ വലിയ വിജയത്തെ ആദരിക്കുകയും ചെയ്തു. മീരയുടെ കുടുംബത്തിനൊപ്പം ടീം ബ്രില്യന്റും ചേർന്ന് മധുരം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ആ നിമിഷങ്ങൾക്ക് തുടക്കമിട്ടത്. പിന്നീടും മീരയും മീരയുടെ കുടുംബാംഗങ്ങളും തന്റെ വിജയത്തെക്കുറിച്ചും വിജയ നാൾ വഴികളെക്കുറിച്ചും അതിൽ ബ്രില്യൻ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും പങ്കുവെക്കുകയുണ്ടായി. മീരയുടെ വാക്കുകളിലേക്ക്. ഹായ് എവരിവൺ. അപ്പോൾ JEE പേപ്പർ 2A 2B റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പം BArchലും ബി പ്ലാനിങ്ങിലുമായിട്ട് 100%ഓടുകൂടി ഫീമെയിൽ കാറ്റഗറിയിൽ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുകയാണ് നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ അഭിമാനമായ മീര കൃഷ്ണ. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനായിട്ട് മാറിയിരിക്കുകയാണ് മീര. അപ്പോൾ മീരയെ കുറിച്ച് അറിയാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ട്. അപ്പോൾ മീര. എൻ്റെ പേര് മീര കൃഷ്ണ. ഞാൻ ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര എന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ്റെ പേര് രാജഗോപാൽ എന്നാണ്, അമ്മയുടെ പേര് സൗമ്യ. രണ്ടുപേരും ലോയേഴ്സാണ്. പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്. ഇനി 7th പോകാൻ പോകുന്നു. പിന്നെ ഞാൻ ബ്രില്യൻറ്റിൻ്റെ BArchന്റെ റിപ്പീറ്റേഴ്സ് ബാച്ചിലാണ് പഠിച്ചത്. അപ്പോൾ NTA റിസൾട്ട് വന്നപ്പോൾ ആദ്യത്തെ ടോപ്പ് 10 ലിസ്റ്റിൽ ഇപ്പോൾ ഫസ്റ്റ് പേര് മീരകൃഷ്ണ എന്നായിരുന്നു. 100%ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പം എന്തായിരുന്നു ഫസ്റ്റ് തോന്നിയത്? ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു ടോപ്പ് 1 to 10 അകത്ത് പ്രതീക്ഷിച്ചു, പക്ഷെ ടോപ്പ് 1 തന്നെ വരുമെന്ന് എന്തായാലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കണ്ട സന്തോഷം. മീര പ്രതീക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. കാരണം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ പ്രൊഫഷണൽ ആൻസർ കീ വന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു സ്കോർ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തെങ്കിലും നല്ല മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ റാങ്ക് ബാക്കി ആർക്കെങ്കിലും കൂടും എന്ന് എനിക്കൊരിതുണ്ടായിരുന്നു. അപ്പോൾ ഈ ടോപ്പ് റാങ്കിലോട്ട് എത്തിച്ചേരാനായിട്ട് മീരയ്ക്ക് ബ്രില്യൻറ്റിൽ ഒരു വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? അതൊന്ന് ഷെയർ ചെയ്യാമോ നമ്മളോട്? ഞാൻ ബ്രില്യൻറ്റിൽ വന്നപ്പോൾ ഒരു ഐഡിയ ഇല്ലായിരുന്നു. എനിക്കിങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, എനിക്ക് ഇതാണ് ഇഷ്ടം എന്നെല്ലാം എനിക്കറിയാം. പക്ഷേ എവിടെ നിന്ന് തുടങ്ങണോ എങ്ങനെ തുടങ്ങണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ലൈക്ക് എൻ്റെ മൈൻഡിൽ നാറ്റ എന്ന് പറഞ്ഞൊരു എക്സാം മാത്രമേ ഉള്ളൂ. JEEക്ക് ഇങ്ങനെ ഒരു പേപ്പർ 2 ഉണ്ടെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ വന്ന് ഈ ബ്രില്യൻറ്റിൻ്റെ അവിടെ ക്ലാസ് റൂമിൽ ഇരുന്നപ്പോൾ നമ്മുടെ സാറുമാർ വന്നിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഓറിയൻറ്റേഷൻ എടുത്തു തന്നു. എന്താണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ പഠിക്കാനുള്ളത്, എങ്ങനെ പഠിക്കാം, എങ്ങനെയൊക്കെ നിങ്ങളുടെ ആ ഒരു കാലിബർ വെച്ചിട്ട് എങ്ങനെ ഇതിൽ മുമ്പോട്ടെത്താം എന്നെല്ലാം ആദ്യം തന്നെ നമുക്ക് പറഞ്ഞു തരും. പിന്നെ അവർ വീക്ക്ലി നമുക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റ്. അത് ഒരു വീക്കിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നോ അത് അടുത്ത വീക്ക് ഫസ്റ്റ് മൺഡേ ഓർ ട്യൂസ്ഡേ നമുക്ക് എക്സാം നടത്തും. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഒരു പ്രാക്ടീസ് കിട്ടും. ഡ്രോയിങ് ഒക്കെ ഈ ഒരു മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ തന്നെ നമുക്ക് നല്ലവണ്ണം ഇമ്പ്രൂവ് ആവും. അത് മാത്രമല്ല മാത്സിൻ്റെ ഫാക്കൽറ്റീസ് ആണെങ്കിലും നല്ല ഫാക്കൽറ്റീസാണ്. നമുക്ക് നല്ലോണം മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞു തന്നെ. ഒട്ടും അങ്ങനെ റഷായിട്ടൊന്നും പെട്ടെന്ന് തീർക്കില്ല.
നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഡ്രോയിങ്ങും എല്ലാം നല്ല രീതിയിൽ അവർ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ വന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ എത്രയും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അവസാനമായപ്പോ. കാരണം അത്രയും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഓരോ വീക്കിലും നമ്മൾ അത്രയും വരയ്ക്കുന്നുണ്ട്. ആൻഡ് അവസാനമായപ്പോൾ നമുക്ക് പിന്നെ ഫൈനലിലോട്ട് അടുത്തപ്പോൾ നമുക്ക് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിലാണേലും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് നല്ലോണം എല്ലാവർക്കും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ ചിലപ്പോൾ ഒരാളെ നല്ല പഠിക്കുന്നുള്ള കാണുള്ളൂ, അപ്പം അയാൾക്ക് ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഡ്രോയിങ്ങിനാണേലും വേറൊരാളായിരിക്കും ഡ്രോയിങ്ങിന് നല്ല ടോപ്പ്, അയാൾക്ക് ബാക്കി പറഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഹോസ്റ്റലാണേലും എല്ലാവരും നല്ല ഹെൽപ്ഫുൾ ആയിട്ടാണ് നിന്നത്. പിന്നെ ഈ നടത്തുന്ന എല്ലാ എക്സാമിനും വീക്ക്ലി ആണേലും മോഡലിനാണേലും നമുക്ക് ക്യാഷ് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ക്യാഷ് പ്രൈസിന് വേണ്ടി ചിലവർ പഠിക്കും. അങ്ങനെയെങ്കിലും എല്ലാവർക്കും നല്ല ഇമ്പ്രൂവ് ആകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈക്വലി ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഈ പറയുന്ന പോലെ മാത്സിനാണെങ്കിലും ആപ്റ്റിറ്റ്യൂഡിനാണ് ഡ്രോയിങ്ങിനും കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം മാത്സിന് അറിയാലോ നമുക്ക് കുറച്ചൊരു എക്സ്ട്രാ മാർക്ക് സ്കോർ ചെയ്യണം അല്ലെ. അപ്പൊ ഇവര് അവസാനമായപ്പോ ഇവർക്ക് അത് മനസ്സിലായി. അതായത് മാത്സിലും മെയിൻസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എക്സാം JEE പേപ്പർ 2A 2B അതിന്റെ മാത്സ് കുറച്ചുകൂടെ എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് എഫേർട്ട് ഇട്ടാൽ നമുക്ക് നല്ലോണം മാത്സ് സ്കോർ ചെയ്യാൻ പറ്റും. അത് അവസാനം എല്ലാവർക്കും മനസ്സിലായപ്പോഴാണ് അവര് മാത്സിനും കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് അങ്ങനെ അവസാനം കുറെ പേര് കയറിയിട്ടുണ്ട് മാത്സിന് നല്ല മാർക്ക് ഇട്ട്. പിന്നെ നമുക്ക് വീക്ക്ലി എക്സാംസ് നടത്തുമ്പോഴും നമ്മുടെ ആ ഒരു പ്രോഗ്രസ് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ നമുക്ക് മെന്റേഴ്സ് ഉണ്ട്. നമ്മുടെ ബാച്ചിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് മെന്റേഴ്സ് ഉണ്ട്. മെന്റേഴ്സ് നമ്മളെ നന്നായിട്ട് ചിയർ ചെയ്യുന്നുണ്ട്. എല്ലാ എക്സാം വരുമ്പോഴും നമ്മൾ ഡൗൺ ആവുകയാണെങ്കിൽ അവർ നല്ലോണം ചിയർ ചെയ്ത് നമ്മളെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകാൻ നോക്കും. അതുപോലെ തന്നെ ഡയറക്ടേഴ്സ്, നമുക്ക് ഈ ക്യാഷ് പ്രൈസ് തരാൻ വരുന്നത് ഡയറക്ടേഴ്സാണ്. നമുക്ക് ഈ ക്യാഷ് പ്രൈസ് തരുമ്പം ലൈക്ക് ഈ ക്യാഷ് പ്രൈസ് കിട്ടുന്ന ആൾക്കും ഒരു നല്ല മോട്ടിവേഷനാണ്, അത് കാണുന്ന ആൾക്കും അടുത്ത് ഞാൻ വരണം എന്നുള്ള രീതിയിലൊരു നല്ല രീതിക്കുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. നമ്മുടെ ക്ലാസ്സിൽ ഒരാൾക്ക് മാത്രമൊന്നുമല്ല എപ്പോഴും ക്യാഷ് പ്രൈസ് കിട്ടുന്നത്, കുറേ പേര് വരുന്നുണ്ട്, മാറി വരുന്നുണ്ട്. ഓരോ വീക്കിലും ഓരോ ആൾക്കാരാണ് വരുന്നത്. അത് തന്നെ ഇതിന് വലിയൊരു ഉദാഹരണം തന്നെയാണ്. കാരണം ഓരോ ആൾക്കാരും ഓരോ ദിവസം ഈ നമ്മുടെ ഡയറക്ടേഴ്സ് വരുമ്പം മോട്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുക, എനിക്കടുത്ത് വരണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇടയ്ക്ക് ഈ ഡ്രോയിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇടയ്ക്ക് മീര ഒന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഐഡന്റിഫൈ ചെയ്ത് മീരയോട് പറയുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 2-3 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ ആയി, റാങ്കിങ് കുറഞ്ഞു. കാരണം ഞാൻ ഇടയ്ക്കൊരു സമയം ഫുൾ മാത്സിന് മാത്രം ഫോക്കസ് കൊടുത്തോണ്ടിരുന്നു. അപ്പൊ എന്റെ ഡ്രോയിങ് നാച്ചുറലി കുറയുമല്ലോ, കാരണം ഞാൻ മാത്സ് അങ്ങനെ ഫുൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പൊ അങ്ങനെ മനസ്സിലായി നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യണമെന്നുള്ള കാര്യം, എങ്ങനെ ഒരു ടൈം മാനേജ്മെന്റും കാര്യങ്ങളും ഒക്കെ. എനിക്ക് മാത്സിന് ഞാൻ ഇത്ര എടുത്തോണ്ട് എനിക്ക് ആപ്റ്റിറ്റ്യൂഡും നോക്കാൻ പറ്റുന്നില്ല, ഡ്രോയിങ്ങിന് അതിനായിട്ടുള്ളൊരു സമയം കിട്ടുന്നില്ല. ഒരു 1 hour നമ്മൾ ഡ്രോയിങ്ങിന് കൊടുക്കും, എനിക്ക് കിട്ടുന്നത് ഏറെക്കുറെ ഒരു 20 minutes ഒക്കെ ആയിരിക്കും 2 ഡ്രോയിങ് ചെയ്യാൻ. എവിടെ തന്നെ ഒന്നും എത്തൂല. അതുകൊണ്ട് പിന്നെ അവസാനം ഒരു 2-3 മോഡൽ ഇങ്ങനെ അടുത്ത് ചെയ്ത് വന്നപ്പോൾ നമ്മൾ പഠിക്കും. ബാലൻസ്ഡ് ആയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് മോഡൽ എക്സാം തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആ ഒരു 3 hour 30 minutes എന്ന് പറഞ്ഞ ആ ഒരു ടൈം എങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും, നമ്മുടെ ഒരു ഇത് വെച്ച് എങ്ങനെ നമ്മൾ അത് യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അത് മോഡൽ എക്സാം ചെയ്ത് വരുമ്പോഴേ മനസ്സിലാവും. ശരിക്കും അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ എവിടെയാണെന്ന് പറഞ്ഞാൽ നമുക്കത് പറയുമ്പം ആര് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ ടൈം മാനേജർ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. കാരണം ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലാണ് ഡ്രോയിങ്ങിന്റെ ടൈമിങ്ങും വരയ്ക്കുന്നതിന്റെ രീതിയും. ചിലവർക്ക് പെട്ടെന്ന് ഡ്രോയിങ് ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മുടെ ക്ലാസ്സിൽ തന്നെ കുറെ പേർക്ക് പെട്ടെന്ന് ഡ്രോയിങ് ചെയ്യാൻ പറ്റും. അവരൊരു അരമണിക്കൂറിൽ 2 അങ്ങ് പെട്ടെന്ന് ചുമ്മാ വരയ്ക്കും, നല്ല മാർക്കും കിട്ടും. പക്ഷെ ഇപ്പം എനിക്കും എന്നെ പോലത്തെ കുറെ പേർക്കും ഒക്കെ ഡ്രോയിങ്ങിന് 1 hour തന്നെ വേണം. 1 hour അതിന് കൂടുതൽ ചിലപ്പോൾ വേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ളത് സ്പീഡപ്പ് ആക്കണം, പെട്ടെന്ന് തീർത്തിട്ട് നമ്മൾ ഇതിലോട്ട് തിരിച്ചു വരണം. പിന്നെ ഹോസ്റ്റലിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഹോസ്റ്റല് അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. ബിക്കോസ് നല്ലൊരു എൻവയോൺമെന്റ് ആയിരുന്നു. കാരണം നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ഒരുമിച്ച്, പിന്നെ ഫുഡിന്റെ കാര്യമായാലും എല്ലാം അത്യാവശ്യം നല്ല ഫുഡ് തന്നെ ആയിരുന്നു. നമുക്കങ്ങനെ കുറവൊന്നും പറയാനായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ഫോണില്ല, അത് കുഴപ്പമൊന്നും ഇല്ലാത്ത കാര്യം, കുഴപ്പമില്ല, പഠിക്കാനല്ലേ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് അതൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ BArcലും B പ്ലാനിങ്ങിലും ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് ആണ് നേടിയിരിക്കുന്നത്. അപ്പം ഇതിൽ ഏത് സ്ട്രീം ചൂസ് ചെയ്യാനാണ് ഇപ്പോൾ താല്പര്യം? ഞാനിവിടെ വന്നത് BArcനാണ് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ ഇപ്പം ഫസ്റ്റ് റാങ്ക് ഉള്ള ആൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോളേജ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പൊ മീരയുടെ ഇഷ്ടപ്പെട്ട കോളേജ് ഏതാണ്? ഏത് ക്യാമ്പസിൽ പോകാനാണ് താല്പര്യം? ഞാനിപ്പോ NIT കാലിക്കറ്റാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു 5 year കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തെവിടെയൊക്കെ പോയി ബാക്കി സെറ്റ് ചെയ്യാം. ഇപ്പൊ എനിക്ക് കാലിക്കറ്റാണ് ഞാൻ നോക്കുന്നത്.
അപ്പം മീര പലപ്പോഴും പറയാറുണ്ട് മീരയ്ക്ക് ഇന്റീരിയർ ഡിസൈനിങ് ആണ് താല്പര്യം ഇത് കഴിഞ്ഞിട്ട്. അപ്പം ആർക്കിടെക്ചറും ഇന്റീരിയർ ഡിസൈനിങ് കൂടെ ആകുമ്പോഴത്തേനും നല്ലൊരു കോമ്പിനേഷൻ ആണ് വരുന്നത്. അപ്പൊ ഈ ഇന്റീരിയർ ഡിസൈനിങ് ആയിരുന്നോ ആർക്കിടെക്ചർ ആണോ കൂടുതൽ താല്പര്യം? ഈ ഒരു ആദ്യം ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ഇന്റീരിയർ ഡിസൈനിങ് ആയിരുന്നു. NID-യിൽ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യാന്നായിരുന്നു വിചാരിച്ചോണ്ടിരുന്നത്. പിന്നെ എനിക്ക് അറിയാന്നുള്ള കുറെ പേര് എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നീ ആർക്കിടെക്ചർ ആദ്യം പഠിക്ക്, അതാവുമ്പോ ഒരു ആർക്കിടെക്ചറിന്റെ അകത്ത് വരുന്നതാണല്ലോ ഇന്റീരിയർ അല്ല, അത് ആദ്യം പഠിച്ചിട്ട് ഇന്റീരിയറിൽ സ്പെഷ്യലൈസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ വെച്ചു ഓക്കെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് ഇന്റീരിയർ മുമ്പേ ആദ്യം ആർക്കിടെക്ചർ ചെയ്യാം. ഓക്കെ, അത് നല്ലൊരു ഓപ്ഷൻ ആണ് അല്ലേ. ഓക്കെ, അപ്പം NIT കാലിക്കറ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? 2025 ആ ഒരു നെർഫ് അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ ഫോർ ആർക്കിടെക്ചർ അത് വന്നിട്ട് NIT കാലിക്കറ്റ് തന്നെയാണ്. ഫസ്റ്റ് IIT റൂർക്കിയ, IIT-നെക്കാട്ടിലും എല്ലാവരും NIT തന്നെയാണ് പോകാറ് ആർക്കിടെക്ചറിന്. അപ്പോൾ നോക്കുമ്പോൾ കാലിക്കറ്റ് തന്നെയാണ്, മാത്രമല്ല കേരളത്തിന്റെ അകത്താണ്, അതുകൊണ്ട് പിന്നെ കാലിക്കറ്റ് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2027 റിപ്പീറ്റേഴ്സ് ബാച്ചിന്റെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം ഇനി വരാൻ പോകുന്ന കുട്ടികളോട് എന്ത് ഒരു അഡ്വൈസാണ് മീരയ്ക്ക് കൊടുക്കാനുള്ളത്? കാരണം മീരയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് പോയിട്ടുണ്ട്, എനിക്കും പേഴ്സണലി അറിയാം. കാരണം മീര വന്നപ്പോൾ തൊട്ടുള്ള ഒരു ഗ്രാഫ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് ഡൗൺ ആവും, ഇടയ്ക്ക് മുകളിലോട്ട് പോവും. പിന്നെ അവസാനമായപ്പോഴത്തേനും ഫസ്റ്റ് സെഷനിൽ കുഴപ്പമില്ല എന്നെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷ മീരയ്ക്ക് അറിയാവുന്നതാണ്, നമ്മളെപ്പോഴും പറയുന്നതാണ്. അപ്പോൾ സെക്കൻഡ് സെഷനിൽ മീര അതെന്തായാലും സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെഷനിലും സെക്കൻഡ് സെഷനിലും അങ്ങനെ വ്യത്യാസം വന്നതും പിന്നെ ഈ ഒരു ഫസ്റ്റ് വരുമ്പോൾ തന്നെ എങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് മീരയ്ക്ക് എങ്ങനെ തോന്നുന്നു? ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് മാത്സിന്റെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഓരോ സെഷനും തുടങ്ങുമ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകണം എല്ലാം. കാരണം മാത്സ് അവസാനം വെച്ച് പഠിക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, ഒന്നും നടക്കില്ല. അവസാനം ഭയങ്കര ലോഡാവും, കാരണം അത്രയും ചാപ്റ്റേഴ്സ് നമുക്കുണ്ട് പഠിക്കാൻ. നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോകണം. അതിനിവിടെ എന്തായാലും നല്ല സപ്പോർട്ട് കിട്ടും മാത്സിന്റെ കാര്യത്തിൽ. നമുക്ക് അവർ പറയുന്ന പോലെ നമ്മൾ ഫോളോ ചെയ്ത് പോയാൽ മതി. അവർ അന്നന്ന് പഠിപ്പിക്കുന്നത് നമ്മൾ അന്നന്ന് തന്നെ ഹോസ്റ്റലിൽ ചെന്ന് പഠിക്കുക. ഹോസ്റ്റലാണെ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ എങ്ങനെയാണെങ്കിലും അങ്ങ് പഠിക്കുക. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ അത് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല, കാരണം അത് നമ്മളൊരു കഥ കേൾക്കുന്ന പോലെ നമ്മൾ അങ്ങ് പഠിച്ചു പോകും. നമ്മള് ജനറൽ അവയർനെസ് ആണെങ്കിലും ബാക്കി വിഷ്വൽ റീസണിംഗ് ഒക്കെ ആണെങ്കിലും വലിയ നോർമലാണ്, കുഴപ്പമില്ല. ക്ലാസ്സിലിരുന്ന് കേൾക്കുന്നതാണ്, ശ്രദ്ധിച്ചാൽ മതി, നമ്മള് പഠിക്കും. വിഷ്വൽ റീസണിംഗ് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അത് പിന്നെ കോമൺ സെൻസ്, അത് എല്ലാവർക്കും കോമൺ സെൻസ് ആണ്. അതെ. പിന്നെ അതിന്റെ തന്നെ GK ആണെങ്കിൽ നമുക്ക് കേട്ട് വരുമ്പോൾ നമ്മൾ അതുമായിട്ട് ഫെമിലിയർ ആവും. നമ്മൾ എങ്ങനെ പോയാലും നമുക്ക് അത്യാവശ്യം ഒരു 40 എബോ നമുക്ക് കിട്ടും. 40 എബോ നമുക്ക് എന്തായാലും കിട്ടും. ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്തായാലും, അതിലൊന്നും വലിയ പ്രശ്നം വരേണ്ടതായിട്ടില്ല. പിന്നെ ഡ്രോയിങ് തുടക്കത്തിൽ ഈ മാത്സിനെ പോലെ തന്നെ ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ ബേസിക്സിനെ തുടങ്ങണം. ഇല്ല ഇച്ചിരിയൊക്കെ അറിയാന്നുള്ളതാണ്, പക്ഷെ ഈ പെർസ്പെക്റ്റീവും കാര്യങ്ങളും അതിൻ്റെതായ ഒരു സയന്റിഫിക് രീതിയിൽ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ അതും പഠിക്കണം. കാരണം പെർസ്പെക്റ്റീവ് ഡ്രോയിങ്സ് ആണ് മിക്കപ്പോഴും നമുക്ക് ചോദിക്കാറ്, വല്ലപ്പോഴും ഒക്കെ മാറ്റി ചോദിക്കാറുള്ളൂ. പെർസ്പെക്റ്റീവ് ഡ്രോയിങ്സ് മിക്ക എക്സാമിനും വരും, പിന്നെ ഒരു പ്രപ്പോർഷനായിട്ടും ചോദിക്കും. അപ്പോൾ നോക്കി വരയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും എന്തായാലും അറിയായിരിക്കും, കാരണം അത് നല്ല എളുപ്പമല്ലേ നോക്കി വരയ്ക്കാൻ. അതെ, ഒന്ന് പ്രൊപ്പോർഷനേറ്റ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രോയിങ് സെയിം ഉണ്ടാവും, അത് നോക്കി നമ്മൾ റെൻഡർ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് രണ്ടുമൂന്ന് കുറച്ച് പ്രിപ്പയർ ചെയ്താൽ മതി നമുക്ക്. അപ്പൊ ആ ഒരു ഇതിലിരുന്ന് നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആ ഒരു ഇത് നമുക്ക് കിട്ടുന്ന ഷീറ്റിൽ എങ്ങനെ കമ്പോസ് ചെയ്യുന്നുള്ളത് പോലെ ഇരിക്കും. ചിലപ്പം സൈസ് കൂടുതലും കുറഞ്ഞൊന്നും വരുന്ന നമുക്ക് മാർക്ക് കുറയും. ആ ഒരു ഷീറ്റിന് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം, അതാണ് അവർ നോക്കുന്നത്. അതാണ് പ്രൊപ്പോർഷനേറ്റിന്റെ അർത്ഥം തന്നെ. പിന്നെ പെർസ്പെക്റ്റീവ് കറക്റ്റ് ആയിട്ട് പഠിക്കണം. പെർസ്പെക്റ്റീവ് ഒന്നും തെറ്റിപ്പോകാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ദൂരത്തോട്ടുള്ളൊരു സീനായിരിക്കും, പക്ഷെ മനുഷ്യൻ വല്ലതും അടുത്ത് നിൽക്കുന്ന പോലെ തോന്നി അത് വലിയ വിഷയമായിരിക്കും. ചിലപ്പോൾ മനുഷ്യൻ എയറിലായിരിക്കും, അതെല്ലാം വിഷയമാണ്. അതുകൊണ്ട് പെർസ്പെക്റ്റീവ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഡ്രോയിങ് ഈ പറഞ്ഞ പോലെ ഡ്രോയിങ്ങും മാത്സും തുടക്കം തൊട്ടേ അപ് ടു ഡേറ്റ് ആയിട്ട് അങ്ങനെ നമ്മൾ വരച്ച് ഈ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റ് ഒക്കെ ഇടുമ്പം ഡ്രോയിങ് എങ്ങനെ നോക്കിയാലും ഇമ്പ്രൂവ് ആവും. മാത്സ് നമ്മൾ നമ്മുടെ ഒന്നും കുറച്ച് എഫേർട്ട് ഇടണം. ഡ്രോയിങ് ഒട്ടും എഫേർട്ട് ഇടാത്ത ഒരാളാണേലും ഒരു ഇച്ചിരി ഇമ്പ്രൂവ് ആവും. എഫേർട്ട് ഇട്ടാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടുന്ന രീതിയിൽ അത്രയും ഇമ്പ്രൂവ് ആവും. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് പറഞ്ഞല്ലോ, അത് ജസ്റ്റ് നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറെ കിട്ടും. പിന്നെ വീട്ടിൽ ചെന്നൊന്ന് മറിച്ച് നോക്കിയാൽ മതി, എക്സാമിന്റെ തലേന്നും കുറെ നോക്കിയാൽ മതി. 99% മുകളിൽ കിട്ടണമെങ്കിൽ മീരയ്ക്ക് തോന്നുന്നില്ല നമ്മൾ മാത്സിലും അത്യാവശ്യം ഒരു മിനിമം ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യണം. 99 അല്ലേ, എന്ത് ചെയ്യണം? അപ്പൊ ചിലര് ആദ്യം വന്നപ്പോൾ തന്നെ നമ്മളെ ക്ലാസ്സിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു മാത്സ് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി 2 നോക്കിയാൽ മതി. അപ്പൊ ആ മെന്റാലിറ്റിയിൽ ഇരുന്ന കുറച്ച് പേരുണ്ട് അല്ലേ. പക്ഷെ അതുകൊണ്ട് അവരെന്ത് പറ്റി, അവര് ബാക്കിലോട്ടായി പോയി. കാരണം അവർക്ക് പിന്നീട് അവസാനമാണ് അവർ പഠിക്കാൻ പറ്റിയത് അവർക്ക്. പക്ഷെ ഫസ്റ്റേ നിങ്ങൾ നോക്കുമായിരുന്നെങ്കിൽ
കുറച്ചും കൂടെ നല്ല സ്കോർ, അതായത് ഒരു 20 ക്വസ്റ്റ്യൻസ് അല്ലെ 15 to 20 ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയേനെ. അപ്പൊ നമ്മൾ ഇതിന് 1 year റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വരുവാണെങ്കിൽ നമ്മൾ തുടക്കത്തിലെ മാത്സും ഡ്രോയിങ്ങും കൊണ്ടുപോകണം. ആപ്റ്റിറ്റ്യൂഡ് ജസ്റ്റ് പറയുന്നതൊന്ന് വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കിയത്, വീട്ടിലാണെങ്കിലും ഹോസ്റ്റലാണെങ്കിലും വന്നിട്ടൊന്ന് മെമ്മറൈസ് ചെയ്യാന്നുള്ള ഒരു കാര്യം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇതിൽ ഇരുന്നോളും, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലിരുന്നോളും. അതെ. അപ്പൊ പിന്നെ ഈ ഫസ്റ്റ് സെഷനിൽ ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് ആയിട്ട് 40 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് സെഷനിൽ നമ്മൾ പറഞ്ഞത് പ്രിസൈസ് ആയിട്ട് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് കുറച്ചും കൂടെ മാർക്ക് നിനക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം സെക്കൻഡ് സെഷൻ എനിക്ക് തോന്നുന്നു 48 50 ചെയ്തു. ഓക്കെ, അതിനകത്ത് 2-3 മിസ്റ്റേക്ക് വന്നു. ഓക്കെ, അപ്പോൾ എങ്കിലും ഈ പറയുന്ന ഒരു 47 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്കൊരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ചിന്തിച്ചാൽ മതിയായിരിക്കും അല്ലേ, അങ്ങനെ തോന്നിയായിരുന്നോ? അതെ, ഫസ്റ്റ് സെഷൻ എഴുതിയപ്പോൾ എൻ്റെ ഫസ്റ്റ് ജെഇ ആയിരുന്നു അത്. ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഒരു എക്സാം എഴുതിയിട്ടില്ല, ജെഇയുടെ മോക്ക് ടെസ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല, കാരണം എനിക്ക് ജെഇ ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവരുടെ മോക്ക് ടെസ്റ്റും മോഡൽ എക്സാമും എഴുതിയിട്ടാണ് ഞാൻ ഇവിടെ ജെഇക്ക് അപ്പിയർ ചെയ്തത്. കോട്ടയത്ത് നിന്ന് തന്നെ എഴുതിയതെല്ലാം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട്, കാരണം എൻ്റെ ഫസ്റ്റ് ജെഇ ഇത് ഒന്ന് പ്രശ്നമാക്കി എനിക്ക് നല്ല പേടിയും ഉണ്ട്. എൻ്റെ മൈൻഡിൽ അതെല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് ഉറപ്പുള്ളതെന്നുള്ള മാത്രമേ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എനിക്ക് ഇച്ചിരി ഡൗട്ട് ഉള്ളത് പോലും ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ മൈൻഡിലുണ്ടായിരിക്കും ഇത് തന്നെ ആയിരിക്കും, പക്ഷെ എന്നാലും ഞാൻ അതങ്ങ് അറ്റൻഡ് ചെയ്യാതെ വിട്ടു. അതിൽ തന്നെ മാത്സ് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷെ മീര അത് ചെയ്തില്ല. കാരണം മീരക്ക് ടെൻഷൻ വന്നോണ്ട് എനിക്ക് പറ്റിയത് ഞാൻ ടെൻഷൻ കാരണം ഞാൻ കൂട്ടാൻ മറന്നു. അതെ, കൂട്ടിയത് വരെ തെറ്റിപ്പോയി, അങ്ങനെ തെറ്റിപ്പോയ. അപ്പൊ ഞാനൊരു 12 ക്വസ്റ്റ്യൻ ഫസ്റ്റ് സെഷനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് 9 കറക്റ്റും 3 തെറ്റുകയും ചെയ്തു. 3 ഈ കൂട്ടിയത് കൊണ്ട് തെറ്റിയവാ. ടെൻഷൻ കാരണം നമ്മള് ആ ഒരു സമയം ആഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോയതാ. അപ്പൊ അത് നല്ല വിഷമമായി, കാരണം എന്റെ മൈൻഡിൽ മാത്സ് ആണ് എനിക്ക് സ്കോർ ചെയ്യാൻ കുറച്ചുകൂടെ, മാത്സ് ആപ്റ്റിറ്റ്യൂഡും. അപ്പൊ മാത്സിന് ഇങ്ങനെ പറ്റിയപ്പോ ഞാനിങ്ങനെ അത് ശരിയായിട്ടുണ്ടാവൂല. അപ്പോഴേ ഞാൻ കുറച്ച് ഡൗൺ ആയി. പിന്നെ കുഴപ്പമില്ല, അവസാനം ഓവറോൾ മാർക്ക് വന്നപ്പോ അത്യാവശ്യം ഉണ്ട്. പിന്നെ 99.91% ഉണ്ട്. മീര ഒരു മാസം കൂടെ എക്സ്ട്രാ അവിടെ വന്നിട്ട് പ്രിപ്പയർ ചെയ്തു. അത് ഒരു സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ട് മീര തന്നെ വന്നിട്ട് ഒരു മാസം മാത്സിന് വേണ്ടി തന്നെ, മാത്സിനും ആപ്റ്റിറ്റ്യൂഡിനും എല്ലാത്തിനും വേണ്ടി പ്രിപ്പയർ ചെയ്തു. അത് നല്ല ഹെൽപ്ഫുൾ ആയി അല്ലെ. എക്സാം നമുക്ക് അവിടെ എന്തുകൊണ്ടും നല്ലത് അവിടെ ചെന്ന് എഴുതുന്നത് തന്നെയായിരുന്നു. നമ്മള് ഓൺലൈനായിട്ട് നമുക്ക് എക്സാം കിട്ടും ബ്രില്യന്റിന്റെ, പക്ഷെ വീട്ടിൽ നിന്ന് എഴുതുന്നതിനെക്കാട്ടിലും പിന്നെ പഠിക്കാനും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനും കാരണം എന്റെ ഹോസ്റ്റലിൽ ഫുള്ള് നീറ്റ് ആസ്പിറൻസ്. അപ്പൊ അവരുടെ ഇടയിൽ നിന്ന് പഠിക്കാൻ നമുക്ക് എന്തുകൊണ്ട് നല്ല മൂഡ് തന്നെയാണ്. കാരണം അവര് തല പുകഞ്ഞിരുന്ന് പഠിക്കുന്നതിൽ നമുക്ക് നല്ലോണം പഠിക്കാനും പറ്റും. അപ്പൊ മീര ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയായാലും നമുക്കൊരു 42-43 ക്വസ്റ്റ്യൻസ് എന്തായാലും അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡയറക്റ്റ് ആയിട്ട്. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ഓഫ് കോഴ്സ് നമ്മുടെ എവിടെ ഇല്ലാത്തൊരു ടോപ്പിക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ചിലപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റാത്ത സാധനമായിരിക്കും. അപ്പോൾ അതിൽ എങ്ങനെയാണോ ഒരു ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ? നമ്മളിപ്പോൾ ആപ്റ്റിറ്റ്യൂഡിൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ 43 എന്തായാലും നമുക്കൊന്ന് ഡയറക്റ്റ് ആയിട്ട് അറിയാം, വായിച്ചു നോക്കിയ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും 43 ക്വസ്റ്റ്യൻസും. അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഓപ്ഷനിൽ നമ്മുടെ കണ്ണുടക്കും, നമ്മൾ കുത്തും, എന്തായാലും കുത്തും, കുത്താതെ വിടരുത്. എന്തായാലും നമുക്ക് ഇച്ചിരിയെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ നമ്മളത് എടുത്തിരിക്കും. പിന്നെ ബാക്കി ഒരു 7 ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഇല്ലായിരിക്കും. അപ്പൊ അത് നമ്മള് ഇച്ചിരി ഒരു കോമൺ സെൻസ് യൂസ് ചെയ്ത് നമുക്ക് അറിയാന്നുള്ളത് നമ്മൾ അങ്ങ് കൊടുക്കുക. ചിലപ്പോൾ ബാക്കി 3 ഓപ്ഷൻസും അതെ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ബാക്കി 3 ഓപ്ഷൻ നമുക്ക് ഇപ്പൊ ഒരു ബിൽഡിംഗ് ഐഡന്റിഫൈ ചെയ്യാൻ പറയാം, നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു ബിൽഡിംഗ്, പക്ഷെ ഓപ്ഷൻ നോക്കുമ്പോൾ ബാക്കി 3 ഓപ്ഷൻ നമുക്ക് അറിയാം അതെന്തായാലും ഇതല്ല നമുക്ക് ഉറപ്പുണ്ട്. 4ാമത്തെ ഓപ്ഷൻ. അങ്ങനെ ഓപ്ഷൻ നോക്കി നമ്മൾ കുറെ ചെയ്യും. പിന്നെ ബാക്കി ഒരു 7 ക്വസ്റ്റ്യൻ, ഇനിയിപ്പോ 7 തെറ്റാണെങ്കിൽ തന്നെ 7 മാർക്കേ പോകത്തുള്ളൂ. ചിലപ്പം 7 ശരിയാകുകയാണെങ്കിലോ നമുക്ക് വീണ്ടും എത്ര 28 മാർക്ക് കിട്ടുകയല്ലേ. അപ്പം ഇനി വരുന്ന കുട്ടികൾക്ക് ഇതൊരു എന്താ പറയുക, നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള ഒരു അഡ്വൈസും കൂടെയാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പം ഫസ്റ്റ് വരുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ആപ്റ്റിറ്റ്യൂഡും മാത്സിൻ്റെയും ഡ്രോയിങ്ങിൻ്റെയൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഉള്ള എല്ലാ കാര്യങ്ങളുണ്ട്. അതായത് എക്സാംസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്, എക്സസൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിങ്ങളെ മെൻറ്റർ ചെയ്യാനായിട്ടും അവിടെ ആൾക്കാരുണ്ട്. സോ അത് നിങ്ങൾ നന്നായിട്ട് കറക്റ്റായിട്ട് നിങ്ങളത് കൊണ്ടുപോവുക. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരാളെ നിർബന്ധിച്ച് ഡ്രോയിങ് ഒന്നും പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് അവരുടെ ഒരു 100% ഇൻട്രസ്റ്റ് ആണ്, നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പം അത് നിങ്ങൾ ഇൻട്രസ്റ്റോട് കൂടി
അല്ലേ ഇൻട്രസ്റ്റോട് കൂടി അത് വർക്കൗട്ട് ചെയ്യുക എന്ന് ഡ്രോയിങ്ങിന് എനിക്ക് പറയാനുള്ളൂ. ബാക്കിയെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ചിലപ്പോൾ മിഡായിട്ട് വേണമെങ്കിൽ ഒരാൾക്ക് തോന്നുവാണ് ഓക്കെ എനിക്കിനി മാത്സോട് പഠിക്കുകയാണെങ്കിൽ വേണേൽ പഠിക്കാമെന്നേ ഉള്ളൂ. പക്ഷേ അവസാനം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് വർക്കൗട്ട് ആകത്തില്ലായിരിക്കും. അപ്പം മീര, വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻ. ഓക്കെ, ഇനി JEE BRക്ക് പേപ്പർ 2A 2B നോക്കുന്നതും അല്ലെങ്കിൽ BDES കോഴ്സിന് താല്പര്യമുള്ള കുട്ടികൾക്കെല്ലാം മീരയുടെ ഈ ഒരു സ്റ്റോറി ഇൻസ്പയർ ആകട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻ. സോ താങ്ക് യു. ഇതെൻ്റെ അച്ഛനും അമ്മയാണ്. ഇത് എൻ്റെ അച്ഛൻ രാജഗോപാൽ, ഇത് അമ്മ സൗമ്യ SR. രണ്ടുപേരും അഡ്വക്കേറ്റ്സ് ആണ്. മോള് PKG മുതലേ GR പബ്ലിക് സ്കൂൾ നെയ്യാറ്റിങ്കരയാണ് പഠിച്ചത്. 10ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് മെഡിസിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, അച്ഛനും അമ്മയ്ക്കും. പക്ഷെ അവൾക്ക് അതിനോടല്ലായിരുന്നു താല്പര്യം. അവളുടെ താല്പര്യം ഈ ആർക്കിടെക്റ്റ് ആൻഡ് ഡിസൈനിങ് അതിന് വേണ്ടിയിട്ടുള്ളായിരുന്നു. വരയ്ക്കുമായിരുന്നു മോള്, ചെറുതിലേ വരയ്ക്കും. അപ്പോൾ അത് ചേട്ടൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് അഭിലാഷ് ചേട്ടൻ അതിന് നല്ല സപ്പോർട്ടായിരുന്നു. പുള്ളിക്കാരനാണ് അവളുടെ ആ ഒരു ടാലന്റിനെ ഒന്ന് പോളിഷ് ചെയ്തെടുത്തത് അഭിലാഷ് ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ആദ്യം ജോയിൻ ചെയ്തു കൊറോണ ടൈമിൽ. അവിടെ നിന്നാണ് അവൾ ആ ഒരു കഴിവ് നല്ലോണം അതിനെ വികസിപ്പിച്ചെടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇവള് എൻട്രൻസ് എഴുതുന്ന കാര്യം നമ്മൾ പറയുമ്പോൾ താല്പര്യമില്ല, എനിക്ക് വരയ്ക്കാനാ താല്പര്യം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടനാണ് ഇതിലോട്ടൊന്ന് ഫോക്കസ് ചെയ്യിച്ചത്. അവളുടെ ഈ ഒരു കഴിവിനെ എന്താ അടുത്ത നിന്റെ കരിയർ ഇതിലോട്ട് തിരിച്ചുകൂടെ എന്ന് ചോദിച്ച് അതിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് അഭിലാഷ് ചേട്ടനാണ്. അപ്പോൾ ഞങ്ങൾ എവിടെയായി കോച്ചിങ് നോക്കിയപ്പോൾ ഇവള് തന്നെ കണ്ടുപിടിച്ചു നമുക്ക് ബ്രില്യൻറ്റ് നോക്കാം അമ്മ. അപ്പം ഞങ്ങളത് സമ്മതിക്കുമായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ബ്രില്യൻറ്റ് അവിടെ കൊണ്ട് വിടുന്ന ടൈമിൽ നല്ല ടെൻഷനായിരുന്നു. ആദ്യമായിട്ടാണ് മാറി നിൽക്കുന്നത്, ഇത്രയും ദൂരെ എങ്ങനെ ഹോസ്റ്റലിൽ ഇവൾ എങ്ങനെ ഓക്കെ ആവും എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ കൊണ്ട് ഞങ്ങൾ കൊണ്ട് ഏൽപ്പിക്കുന്നത് ഒരുപാട് ടെൻഷനോടെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ തിരിച്ചു കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും തിളക്കമുള്ള ഒരു മാണിക്യം പോലെ ഞങ്ങൾക്ക് തിരിച്ചു തന്നു ബ്രില്യൻറ്റ്. അത് ഭയങ്കര സന്തോഷമാണ് ആ കാര്യത്തിൽ. അവിടുന്നാണ് അവൾ ആ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്യാനായിട്ട് എങ്ങനെ അത് എക്സാം എങ്ങനെ എഴുതാം, അതിന് വേണ്ടിയിട്ട് എങ്ങനെ അവളുടെ കഴിവിനെ ഒക്കെ എടുക്കാമെന്നുള്ളതൊക്കെ നിങ്ങൾ ബ്രില്യൻറ്റുകാർ അതിന് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തു. അതിന് എന്നും ഹൃദയത്തിൽ നന്ദിയുണ്ടായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും നന്ദി ഉണ്ടായിരിക്കും. പിന്നെ ഒരുപാട് പേരെടുത്ത് ഞങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ ആ ഒരു ഇത് കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബ്രില്യൻറ്റിനെ തന്നെ ചൂസ് ചെയ്യണം. ഇന്നും കൂടെ ഞങ്ങൾ ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഉള്ളൂ. വരുന്ന വഴിക്ക് ഈ കാര്യം അറിഞ്ഞ് വിളിച്ച ഒരാളിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ +2 ആവുമ്പോൾ ആ കുട്ടിയെ അവിടെ ആക്കണേന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ ഒരുപാട് സന്തോഷം. നീറ്റിൻ്റെ എൻട്രൻസ് എഴുതാൻ പറഞ്ഞിട്ട് ഇവള് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അല്ലെ LLB ഞങ്ങളുടെ പ്രൊഫഷനിലോട്ട് വരാമെന്ന് പറഞ്ഞു. ഇവക്കത് ഒട്ടും താല്പര്യമില്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ വരാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഇവക്കിത് മതി. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, മെറിറ്റിൽ കിട്ടുവാണെങ്കിൽ വിടാം നിന്റെ ഇഷ്ടത്തിന്, ഇല്ല എങ്കിൽ ഞങ്ങൾ പറയണത് എടുക്കേണ്ടി വരും. അവൾ അത് ഒരു ചലഞ്ചായിട്ട് എടുത്ത് ഞങ്ങൾക്ക് മറുപടി ഒന്നും പറയാൻ പറ്റാത്ത തരത്തിൽ ഇപ്പൊ ഇങ്ങനെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷ അപ്പോഴില്ലായിരുന്നു. അവിടുത്തെ അധ്യാപകരുടെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ട്രെയിനിങ്, അത് കാരണം നല്ല രീതിയിലുള്ള ഈ ഒരു പൊസിഷനിൽ എത്താൻ പറ്റിയത് വളരെ അധികം സന്തോഷം. ഞങ്ങളുടെ പ്രൊഫഷനിൽ വരണമെന്ന് ആദ്യം ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ ആ ഒരു ഇൻട്രസ്റ്റ് ഇതിനകത്താണെന്ന് കണ്ടപ്പോൾ പിന്നെ അവിടുത്തെ പ്രത്യേക സ്പെഷ്യൽ ട്രെയിനിങ് തന്നെയാണ് അവളെ ഇങ്ങനെ ഒരു റാങ്ക് നേടിയെടുക്കാൻ വേണ്ടി വളരെയധികം സഹായിച്ചത്. എന്തായാലും ഞങ്ങളുടെ ഏറ്റവും വലിയ നന്ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ബ്രില്യൻറ്റിനോടാണ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.